ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 1. വോട്ടെടുപ്പിന് തിരശ്ശീല വീഴുമ്പോൾ 7 ഘട്ടമായി 1.5 മാസത്തോളം നീണ്ട 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ശനിയാഴ്ചയോടെ പൂർത്തിയാകും. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. 2.5 മാസത്തോളമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലയളവ് നീണ്ടത്. ഭരണകക്ഷിയായ BJPക്കും ആ പാർട്ടിയെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രചാരണത്തിൽ മേൽക്കൈ കിട്ടും വിധമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് ക്രമീകരിച്ചെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ജൂൺ 4 വോട്ടെണ്ണൽ നിശ്ചയിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം വോട്ടെടുപ്പ് നടന്ന സിക്കിം, അരുണാചൽ നിയമസഭകളിലെ കാലാവധി ജൂൺ 2 അവസാനിക്കുമെന്നത് കമ്മീഷൻ മറന്നു. അബദ്ധം ബോധ്യപ്പെട്ടപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ മാത്രം ജൂൺ 2 മാറ്റി. മോദിക്കായി തെരഞ്ഞെടുപ്പ് ക്രമീകരിക്കുന്ന തിരക്കിൽ 2 സംസ്ഥാനത്തെ നിയമസഭകളിലെ കാലാവധി എപ്പോൾ അവസാനിക്കുമെന്നതുപോലും പരിശോധിക്കാൻ കമ്മീഷൻ മെനക്കെട്ടില്ല എന്നതാണ് വസ്തുത. ഇക്കുറി 400-ലേറെ എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ BJPയുടെ മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പിന് മുമ്പായി ദേശീയ തലത്തിൽ രൂപപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ കൂട്ടായ്മയെ BJP ഗൗരവത്തിൽ പരിഗണിച്ചതേയില്ല. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും മലക്കമറിഞ്ഞ് NDA ക്യാമ്പിൽ എത്തിയതോടെ BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയവും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമെല്ലാം മോദിയുടെ 3ാം ഊഴം ഉറപ്പിക്കുന്ന ഘടകങ്ങളായി സംഘപരിവാർ വിലയിരുത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതോടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം വേഗത്തിൽ മാറി തുടങ്ങി. 10 വർഷത്തെ മോദി ഭരണം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചത് പ്രചാരണ രംഗത്തും പ്രതിഫലിച്ചു. തൊഴിൽരഹിതരായ യുവാക്കളും കർഷക സമരത്തിലൂടെ സംഘടിതരായ കർഷകരും കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് ഇനിയും കരകയറാനാകാത്ത ചെറുകിട കച്ചവടക്കാരും സംരംഭകരും എല്ലാം മോദി ഭരണത്തിനെതിരായ അഭിപ്രായ രൂപീകരണത്തിൽ കണ്ണികളായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും മറ്റും പ്രചാരണ രംഗത്ത് പിന്നാക്കം പോയി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഗ്നിപഥ് പദ്ധതി, ഇലക്ട്രൽ ബോണ്ട് അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ BJPയും മോദിയും അപകടം മണത്തു. 1ാം ഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് 2019 അപേക്ഷിച്ച് 3.5% ഇടിഞ്ഞു. മുമ്പെങ്ങുമില്ലാത്ത വിധം വിഷലിപ്തമായ വർഗീയ പ്രചാരണത്തിനാണ് തുടർന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വർഗീയ വിഷംചെറ്റലിന് നേതൃത്വം നൽകി. ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ നേടുകയായിരുന്നു ലക്ഷ്യം. 2ാം ഘട്ട വോട്ടെടുപ്പിന് മുമ്പായി രാജസ്ഥാനിലെ ബൻസ്വാഡയിലാണ് മോദി തന്റെ തീവ്രമായ മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് തുടക്കമിട്ടത്. പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറയാൻ മോദി മടികാട്ടിയില്ല. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെയും കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നവരായും മോദി മുദ്രകുത്തി. വോട്ട് ജിഹാദിനാണ് പ്രതിപക്ഷ ശ്രമം. പ്രതിപക്ഷത്തിന് ജിഹാദികളുടെയും പാകിസ്ഥാന്റെയും പിന്തുണയുണ്ട്. പിന്നാക്ക സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകും തുടങ്ങിയ വിദ്വേഷ പ്രസ്താവനകളും മോദി നടത്തി. അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുക കൂടി ചെയ്തതോടെ സംഘപരിവാർ തങ്ങളുടെ വർഗീയ പ്രചാരണം കൂടുതൽ തീവ്രമാക്കി. മോദിക്കൊപ്പം വർഗീയത വിളമ്പാൻ യോഗിയും അമിത്ഷായും ഹിമന്ത ബിശ്വ ശർമ്മയും ചേർന്നു. വർഗീയ ജൽപ്പനങ്ങൾക്കൊപ്പം താൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് പോലും മോദി പറഞ്ഞു. ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞതെന്ന പരാമർശവുമുണ്ടായി. രാഷ്ട്രീയ സംവാദത്തെ ഇത്രത്തോളം തരം താഴ്ത്തിയ മറ്റൊരു പ്രധാനമന്ത്രിയില്ലെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പോലും പറയേണ്ടതായി വന്നു. എന്തായാലും ഇത്രയധികം വർഗീയവും വിഷലിപ്തവുമായ പ്രചാരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നത് തീർച്ച. തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നതും മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതും പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ്. എന്നാൽ മോദിയുടെയും മറ്റ് സംഘപരിവാർ നേതാക്കളുടെയും ചട്ടലംഘനത്തിനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഭരണ സംവിധാനവും അപ്പാടെ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഭരണകക്ഷിക്കൊപ്പം നിന്ന തെരഞ്ഞെടുപ്പാണ് ശനിയാഴ്ചയോടെ പൂർത്തിയാകുന്നത്. ജനാധിപത്യത്തെ ഞെരിച്ചുടയ്ക്കുന്ന സംഘപരിവാർ നൃശംസതയ്ക്ക് തക്കതായ മറുപടി രാജ്യത്തെ 100 കോടിയോളം വോട്ടർമാർ നൽകുമോ എന്ന് ചൊവ്വാഴ്ച അറിയാം.